ലൈറ്റ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാതാപിതാക്കളെയും കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. SQ3R മെത്തേഡൊക്കെ നിങ്ങൾ പഠനത്തിൽ ഉപയോഗിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ടോക്ക് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. എടുത്ത് നോക്കുക, പുതിയതായിട്ട് കാണുന്നവർ നോക്കുക. ഇത് കാണുന്നവരെല്ലാം മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്ന മറ്റൊരു സ്മാർട്ട് ലേണിംഗ് ടെക്നിക്കാണ് സ്റ്റഡി മൈൻഡ് മാപ്പ്. സ്റ്റഡി മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സാധാരണ വിഷ്വൽ മെമ്മറി. നമ്മളൊരു കാര്യം പഠിക്കുന്നത് വിഷ്വൽ, ഓഡിറ്ററി, കനസ്തെറ്റിക്, കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ വിഷ്വൽ മെമ്മറി ഭയങ്കര പവർഫുള്ളാണെന്നാണ് പറയുന്നത്. വിഷ്വൽ മെമ്മറി വളരെ പവർഫുള്ളായ വിഷ്വൽ മെമ്മറിയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റഡി മൈൻഡ് മാപ്പ് നമ്മുടെ പഠനങ്ങൾ ഉപയോഗിക്കാം? ഇത് നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് നമ്മൾ അത്രയും വിഷമമുള്ള പാഠങ്ങളിലേക്ക്, ലെസൺസിന് വേണം സ്റ്റഡി മൈൻഡ് മാപ്പ് പ്രധാനമായിട്ട് ഉപയോഗിക്കാനായിട്ട്. സ്റ്റഡി മൈൻഡ് മാപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതി നമുക്കറിയാം. ഞാൻ അതിൻ്റെ ഒരു പടം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള രീതി. നമുക്ക് സ്റ്റഡി മൈൻഡ് മാപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം. നമ്മളിപ്പോൾ ഞാൻ ഹിസ്റ്ററിയുടെ തന്നെ ഒരു വിഷയം, അല്ലെങ്കിൽ സയൻസിന് അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു വിഷയം എടുക്കുക. നമ്മളൊരു ഹിസ്റ്ററിയുടെ വളർച്ചയെക്കുറിച്ചാണ് പഠിക്കുന്നവർക്ക് ഓർക്കുക, ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ അകത്ത് നമുക്കറിയാം, അതിൻ്റെ അകത്ത് പല ഹിസ്റ്റോറിയൻസിനെ കുറിച്ച്, പ്ലേറ്റോയെക്കുറിച്ച്, അരിസ്റ്റോട്ടലിനെ കുറിച്ച്, ഓൾട്ടയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി എന്നുള്ള വിഷയം ഞാൻ എടുക്കാൻ തന്നെ കാരണം ഹിസ്റ്ററി എല്ലാവർക്കും ഈ വർഷങ്ങളും പേരുകളും അവർ ജനിച്ച സ്ഥലമൊക്കെ നമ്മളെപ്പോഴും വളരെ വിഷമമുള്ളൊരു വിഷയമാണ്. ചില ആളുകൾക്ക് ഹിസ്റ്ററി ഭയങ്കര ഈസിയാണ്, പല കുട്ടികൾക്കും വിഷമമാണ്. അപ്പോൾ അതിന് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റർ പോയിന്റിൽ നമുക്കറിയാം, നടുക്ക് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഹെഡിങ് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കണം. വര വരച്ചിട്ട് അവിടെ വേറൊരു റൗണ്ട് വരച്ചിട്ട് അവിടെ നമ്മൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് എഴുതി. എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടലിന് ഈ പാഠത്തിൽ അരിസ്റ്റോട്ടലിൽ ഹിസ്റ്ററിയിലേക്ക് കൊടുത്ത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ, എന്തൊക്കെ സംഭാവനകളാണ്, അത് നമ്മളതിൻ്റെ മെയിൻ പോയിന്റ്, ഞാൻ പറഞ്ഞ കീ പോയിന്റ്സുകൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എഴുതി. അടുത്ത സ്ഥലത്ത് നമ്മൾ ആരെക്കുറിച്ച് എഴുതി, നമ്മൾ എഴുതി പ്ലേറ്റോയെക്കുറിച്ച് എഴുതി. അപ്പോൾ ഇതിന് നമ്മൾ പച്ച കളർ കൊടുത്തു, ഇതിന് നമ്മൾ ചുമന്ന കളർ കൊടുത്തു. അടുത്തത് നമ്മൾ ഹേഗലിനെ കുറിച്ച് എഴുതി, അവിടെ നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു. അങ്ങനെ പല കളറോട് കൂടി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെ വെച്ച് നമുക്ക് സ്റ്റഡി മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതുവഴിയായിട്ട് ഒത്തിരി കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പാഠത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ നമുക്ക് കിട്ടും. ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പരീക്ഷയുടെ സമയത്തേക്ക് ഇതെടുത്ത് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കറിയാം, നമ്മുടെ പ്രത്യേകമായിട്ട് പല സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളിലുള്ള ഡെവലപ്മെൻറ്റ്സുകൾ സംഭവിക്കും. ഇത് ഈ സ്റ്റഡി മൈൻഡ് മാപ്പ് വഴിയായിട്ട് എന്താണ്, നമ്മൾ പല കളറുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മെമ്മറി റേസ് ആവും ഓട്ടോമാറ്റിക്കലി. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ മെമ്മറി റേസ് ആവും ഇത് ഓട്ടോമാറ്റിക്കലി. കാരണം എന്താണ്, ഇത് നമ്മൾ പല കളറുകളൊക്കെ വെച്ചിട്ടാണ് ഓർത്തിരിക്കുക. അപ്പോൾ ഈ കളർ കോമ്പിനേഷൻസൊക്കെ, ഇമേജസും പടങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്, അത് നമ്മുടെ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി. നമുക്കറിയാം, നമ്മൾ ഈ സ്റ്റഡി മൈൻഡ് മാറ്റുണ്ട്, നമ്മുടെ ക്രിയേറ്റീവ് ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ ആ ക്രിയേറ്റിവിറ്റിക്കുള്ള പ്രത്യേക പവറാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആവും. മൂന്നാമത്തെ കാര്യം എന്താണ്, നമ്മൾ വളരെ ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങളെ സിംപ്ലിഫൈ ചെയ്യാൻ, ഏറ്റവും ഈസി ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത കാര്യം എന്താണ്, നമ്മുടെ റിവിഷൻ. നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതിനെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്നേഹമുള്ള കൂട്ടുകാരെ, സ്റ്റഡി മൈൻഡ് മാപ്പ് നമ്മൾ വളരെ വിഷമമുള്ള വിഷയങ്ങൾക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ പെട്ടെന്ന്, ചില കുട്ടികൾ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ സ്റ്റഡി മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയൊന്ന് പഠിച്ചു നോക്ക്. നമ്മുടെ സമയത്ത് നമുക്ക് സേവ് ചെയ്യുന്നതോട് മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാനും കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയസ് സിംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് സ്റ്റഡി മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു സ്മാർട്ട് ലേണിംഗ് ടെക്നിക്ക് നമ്മുടെ പഠനങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കാനും ഒത്തിരി നല്ല സ്വപ്നങ്ങളുള്ള മക്കളൊക്കെ ആയിട്ട് തീരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.